നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് യഹോവയ്ക്ക് കഴിയാത്ത ഈ നവംബർ മാസം 11-ാം മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഹല്ലേലൂയ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. യഹോവയ്ക്ക് കഴിയാത്ത ഒരു 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 കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. ദൈവം ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ചെങ്കടലിനെ വഴി മാറ്റും. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ ദൈവം സമഭൂമിയാക്കോ. ഏത് വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നീ നിന്നാലോ, ഏത് വലിയ പ്രതികൂലത്തിന്റെ നടുവിലായി ഇന്ന് രാത്രി നീ നിൽക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഇന്ന് രാത്രി ഈ പദം വിശ്വസിക്കാമെങ്കിൽ, ഇന്ന് രാത്രി പദം സ്വീകരിക്കാമെങ്കിൽ ഹല്ലേലൂയ നാളെ പ്രഭാതത്തിൽ നിന്റെ മുന്നിൽ നിന്ന് ഈ പർവ്വതങ്ങൾ സമഭൂമിയാകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. യഹോവയ്ക്ക് കഴിയാത്ത, പറഞ്ഞ യഹോവയ്ക്ക് കഴിയാത്ത, യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. യഹോവ ഏത് വലിയ വിഷയമാകട്ടെ, നിന്റെ സാധ്യതകൾ ഹല്ലേലൂയ ദൈവത്തിന് പ്രശ്നമല്ലെന്ന്. യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യവും അല്ലെ, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനും കർത്താവിന് മറുപടി തരാൻ കഴിയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ പദം പറയുക, നിങ്ങൾ ഈ വചനത്തിൽ തന്നെ ആശ്രയിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗത്തിൽ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആര് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നുണ്ടോ അവരുടെ മേൽ അസാധാരണമായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം തുറക്കുമെന്ന് പരിശുദ്ധ പ്രവചനാത്മാവിൽ കൈമാറുകയാ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചിലരെ കർത്താവ് അസാധാരണമായ നിലയിൽ ഒരു ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരുന്ന, ധൈര്യത്തോടെ പുറത്തു കൊണ്ടുവരുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, ആത്മാവിൽ സ്വീകരിച്ചു തുടങ്ങിക്കോ. നിങ്ങളുടെ മേൽ അസാധാരണമായ ദൈവശക്തി തുറക്കുന്ന ഞാൻ കാണുന്നു. ചിലരുടെ മേൽ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തുറക്കുന്നത് പോലെ ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ആത്മാവിന്റെ ഭയങ്കരമായ ഒരു പകർച്ച ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ചില അടയാളങ്ങൾ സംഭവിക്കത്തക്ക നിലയിൽ, വിശ്വസിക്കുന്നവരുടെ മേൽ ചില അത്ഭുതങ്ങൾ ഈ നവംബർ മാസം സംഭവിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചില ദൈവ പ്രവർത്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ചിട്ട് വായ്കൊണ്ട് പ്രഖ്യാപിക്കുക. യഹോവയ്ക്ക് കഴിയാത്തതായിട്ട്, യഹോവയ്ക്ക് കഴിയാത്തതായിട്ട് എന്റെ ലൈഫിനകത്ത് ഒന്നുമില്ല, എന്റെ ലൈഫിനകത്ത് ഒന്നുമില്ല. ഞാൻ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് യഹോവയ്ക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ഏത് പ്രതിസന്ധി
ശകലമനഹരിയാതന. വേഗത്തിൽ ഒരു വേദഭാഗം ഒന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇന്നത്തെ വചന ചിന്തയ്ക്ക് വേണ്ടി ദൈവാത്മാവിന്റെ അകത്ത് തന്ന ഒരു വേദഭാഗം ഒന്ന് പറയാം. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം. മത്തായി സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വേദഭാഗം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വായിച്ച കുറിവാക്യം ഇങ്ങനെ വായിക്കുന്നു: അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന, ഹല്ലേലൂയ, സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് വചനം കൊണ്ട് ജീവിക്കാൻ? ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സാമ്പത്തികം കൊണ്ട് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സാമ്പത്തികം കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വചനം കൊണ്ട് ജീവിക്കുവാൻ കഴിയോ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, വചനത്തിനകത്ത് എനിക്കൊന്ന് ജീവിക്കണമെന്ന്, വചനത്തിൽ എനിക്കൊന്ന് ജീവിക്കണമെന്ന്? ഇന്നെന്തോ ഡിഫറന്റ് ആയ രീതിയിൽ പരിശുദ്ധാത്മ കൊണ്ടുപോകുകയാ. ആരൊക്കെയോ വചനത്തിനകത്ത് കർത്താവ് ഉറപ്പിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. വചനത്തിനകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോ, ഹല്ലേലൂയ, ഒരു പ്രതികൂലം വരുമ്പോ അകത്തു വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തിയാ, അകത്തു വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തിയാ നീ ചില മേഖലകളിൽ ജീവിക്കാൻ തുടങ്ങുന്നെന്ന്. വചനം കൊണ്ട് ജീവിക്കുവാൻ. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യേശു കർത്താവ് പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ദൈനംദിന ജീവിതത്തിനകത്ത് നമ്മുടെ, ഹല്ലേലൂയ, ഓരോ ദിവസങ്ങളിലും, ഹല്ലേലൂയ, ആഹാരം കഴിച്ചു മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഹല്ലേലൂയ, ഒരു മിനിറ്റ് ആഹാരം കഴിക്കാൻ മറന്നുപോയാലോ വചനം വായിക്കാൻ മറന്നു പോകരുത്, വചനം ധ്യാനിക്കുവാൻ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, വചനം നിങ്ങൾ ഭക്ഷിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് കൊതിയുണ്ട് വചനമൊന്ന് ഭക്ഷിക്കണമെന്ന്, വചനമൊന്ന്, ഹല്ലേലൂയ, ഭക്ഷിക്കണമെന്ന്? ഇന്ന് രാത്രി ഞാൻ പറയാം, വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, ഈ വചനം, ഹല്ലേലൂയ, ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, യേശുവിന് വിശന്നു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം വിശക്കുമ്പോൾ ആഹാരം, ഹല്ലേലൂയ, അതിന്റെ കാര്യം പറഞ്ഞ് പിശാച് പുറകെ നടക്കുകയാ. അവിടെ 4-ാം അധ്യായം തുടങ്ങുന്ന അങ്ങനെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പൊ പിശാച് നിന്നെ പരീക്ഷിക്കുന്ന ചില ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നീ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ചില സാധ്യതകൾ വരാറുണ്ട്. എന്നാൽ ആ സാഹചര്യങ്ങളെ ജയിക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ അകത്ത് വചനമുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് വചനം കത്തുന്നുണ്ടെങ്കിൽ, പിശാച് നിന്നെ പരീക്ഷിപ്പിക്കപ്പെടാൻ വരുമ്പോ, പിശാച്, ഹല്ലേലൂയ, നിനക്ക് തന്ത്രങ്ങൾ മെനയുമ്പോ, പിശാച് നിനക്കെതിരെ പദ്ധതികൾ ഒരുക്കുമ്പോ, ഹല്ലേലൂയ, പിശാച് നിനക്കെതിരെ പ്ലാനുകൾ ഒരുക്കുമ്പോ, വചനത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയോ? ഇന്ന് രാത്രി ഈ, ഹല്ലേലൂയ, ജീസസ് മിനിസ്ട്രിക്കകത്തു നിന്ന് വചനം ഭക്ഷിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാ. ഹല്ലേലൂയ. വചനത്തെ ഭക്ഷിക്കുന്ന,
വചനത്തിൽ ഹല്ലേലൂയ ചിലതിനെ നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. വചനം പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ വചനം അകത്തുണ്ടെങ്കിൽ പറയാ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴു, എങ്കിലോ അത് എന്നോട് അടുത്തു വരത്തില്ല. വചനം അനുസരിക്കുന്നവരുടെ മേൽ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോടോ പ്രവചിക്കുകയാ. ചില പൈശാചിക തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുക. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുകയാ. പിശാച് പുറകെ നടന്ന് പരീക്ഷിക്കുകയാ. ഉപവസിച്ച് വലിയ ദൈവകൃപയൊക്കെ പ്രാപിച്ച് ആത്മാവിൽ ബലപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോഴാ പിശാച് എന്തെങ്കിലുമൊക്കെ ഒരു ഓലപ്പാമ്പ് കാണിച്ച് നിന്നെ പ്രലോഭിപ്പിക്കുന്നത്. ഇന്ന് ചില പ്രലോഭനങ്ങൾക്കകത്തു നിന്ന് നിനക്ക് മാറി നിൽക്കുക. നിന്റെ നാവിനകത്തു ദൈവം വചനങ്ങളെ തുറക്കുകയാ. സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ആഴത്തിലുള്ള വചനങ്ങളുടെ ചില സ്വാധീനങ്ങൾക്കകത്തു നിന്ന് ഇന്ന് രാത്രി വചനത്തിൽ നീ ചിലതിനെ വചനം ഭക്ഷിക്കുക. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. വചനം എത്ര വായിച്ചാലോ പിന്നെയും വായിക്കുവാൻ കൊതിയുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്. മതി വരാതെ വായിക്കുവാൻ. ഇന്ന് ഈ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് ദൈവം അങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആക്കുകയാ. എത്ര പേർ വായിച്ച് കൊതി തീരാത്തതുപോലെ പിന്നെയും വായിക്കുവാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഓരോ അധ്യായങ്ങൾ, ഓരോ വചനങ്ങൾ വായിക്കുന്നത് വെറുതെയല്ല. അതിനകത്ത് കിടക്കുന്ന ചില വിടുതലുകൾ, അതിനകത്ത് കിടക്കുന്ന ചില പ്രവചനങ്ങൾ, അതിനകത്ത് കിടക്കുന്ന ചില ദൈവിക പദ്ധതികൾ, അത് നിന്നെ കൊണ്ട് വെറുതെ വായിപ്പിക്കുന്നതല്ല. ചില ഭാഗങ്ങളൊക്കെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എന്തിനാ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നതെന്ന് അറിയാമോ? എന്തിനാ നിന്റെ കൺമുൻപിൽ അത് തന്നെ ദൈവം കാണിക്കുന്നതെന്ന് അറിയാമോ? വചനത്തിലൂടെ നിനക്ക് ചിലതിനെ ജയിക്കാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. വചനത്തിലൂടെ ചില പൈശാചികരെ നിനക്ക് അടക്കാൻ. പരീക്ഷകൻ അടുത്ത് വന്നിട്ട് പുറകെ നടക്കുകയാ. ഹല്ലേലൂയ. നിന്റെ ലൈഫിലെ ചില വിഷയത്തെ കയറി പിശാചങ്ങ് പിടിക്കും. നീ ഇപ്പൊ ഇരിക്കുന്ന സാഹചര്യങ്ങളെ കയറി പിശാച് പിടിക്കും. ഹല്ലേലൂയ. യേശുവിന് വിശന്നു. 40 പകലും 40 രാവും ഉപവാസം കഴിഞ്ഞ് എഴുന്നേക്കുക. യേശു കർത്താവിന് വിശന്നു. അപ്പൊ ആ വിശപ്പിനെ കയറി അങ്ങ് പിടിക്കുക. നീ ഇരിക്കുന്ന സാഹചര്യത്തെ കയറി പിശാച് ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ വചനത്തിൽ വെട്ടാൻ ചങ്കൂറ്റമുള്ള ദൈവജനം എത്ര പേര് ഇതിനകത്തുണ്ട്? എന്തോ പരിശുദ്ധാത്മാവ് ചിലരുടെ നാവിനകത്തോ, ചിലരുടെ പരിശുദ്ധാത്മാവ് എഫെസ്യ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, 6:17. എടുത്ത് വായിക്കേണ്ട. വചനമെന്ന ആത്മാവിന്റെ വാള്. ഇതൊരു വാളാ കേട്ടോ. ഈ വചനം ഒരു വാളാ. എന്തിനാ? നീ കൈക്ക് കൈ നിക്കണ്ടെന്ന് നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കുമ്പോ നീ വായിക്കുക, പറയാ നിക്കണ്ട. നീ കൈക്ക് കൈ പ്രവർത്തിക്കാൻ നിക്കണ്ട. അകത്തു കയറി ഇരുന്നിട്ട്, പ്രാർത്ഥനാ മുറി കയറി ഇരുന്നിട്ട് വചനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വചനമെടുത്ത് ചിലതിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരീക്ഷകൻ നിന്നെ വിട്ട് ഓടിപ്പോകുന്ന ഒരു സീസൺ. ചിലരുടെ മേൽ ആഴത്തിലുള്ള വചനങ്ങളുടെ പോർട്ടലുകളെ കർത്താവ് ഓപ്പൺ ആക്കുന്നു. ആഴത്തിലെ വചന ചിന്തകൾ, വചന വെളിപ്പാടുകളെ കർത്താവ് തുറക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ.
പരീക്ഷകൻ അടുത്തു വരിക, അടുത്തു വന്നു. അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അടുത്തു വന്നു. ഇന്നലകളിൽ നമുക്കും അത് സംഭവിച്ചിട്ടില്ലേ? ഇന്നലകളിൽ നമ്മുടെ ലൈഫിനകത്തും അത് സംഭവിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ച് ചെറിയ വലിയ നിയോഗങ്ങളൊക്കെ പ്രാപിച്ച് പ്രാർത്ഥനാ മുറിക്കകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പ്രാർത്ഥനാ മുറിക്കകത്തു നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ചില പരീക്ഷകന്മാര്, ചില പൈശാചിക സ്വാധീനങ്ങള് നീ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസത്തെ കെടുത്തിക്കളയാ, പ്രാപിച്ച ദൈവകൃപയെ ചോർത്തിക്കളയാ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ നീ ദൈവസന്നിധിയിൽ ഇരിച്ച് പ്രാപിച്ച ദൈവകൃപയെ തകർത്തുക കളയുക. ചില പരീക്ഷകന്മാർ പുറകിൽ വരുമ്പോ ഇന്ന് നീ പറയാൻ കഴിയുമോ, പിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ഞാൻ വചനത്തിൽ ജീവിക്കുമെന്ന് ഒന്ന് വായി തുറന്ന് പറഞ്ഞ, ഞാൻ വചനത്തിൽ, ഈ നവംബർ മാസത്തിൽ പറയാൻ കഴിയുമോ, ഞാൻ വചനത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. വചനത്തിൽ ജീവിക്കാൻ എത്ര പേർക്ക് കഴിയോ? വചനത്തിൽ ജീവിക്കാൻ എത്ര പേർക്ക് കഴിയോ? ഒരുപക്ഷെ നമ്മുടെ കയ്യിലെ സാമ്പത്തികം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല, നമ്മുടെ ആരോഗ്യം കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല, മറ്റു സാഹചര്യം കൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ല. പക്ഷെ വചനത്തിൽ ഏത് പ്രതികൂലത്തിനകത്തും നിനക്ക് ജീവിക്കാൻ കഴിയുമെന്ന്, ഏത് പ്രതിസന്ധിക്കകത്തും വചനത്തിൽ നിനക്ക് ജീവിക്കാൻ. എത്രയോ പ്രാവശ്യം തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു, എത്രയോ പ്രാവശ്യം അവസാനിച്ചു പോകേണ്ട സാധ്യതകൾ വന്നു. പക്ഷെ അവിടെയെല്ലാം നിന്നെ ഇന്നുവരെ നിർത്തിയത് വചനമല്ലേ? ഹല്ലേലൂയ. വചനത്തിലൊന്ന് ജീവിക്കാൻ. ഇന്നെന്തോ ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, വചനത്തിൽ ജീവിക്കുക. വചനത്തിൽ വായി തുറന്ന് പറഞ്ഞാട്ടെ, വചനത്തിൽ ജീവിക്കുക. കർത്താവേ, എന്നെ അങ്ങനെയൊന്ന് പഠിപ്പിക്കണമേ, എന്നെ അങ്ങനെയൊന്ന് ഒരുക്കണമേ എന്ന് 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് വചനത്തിൽ ജീവിക്കണം അപ്പാ, എനിക്ക് വചനത്തിലൊന്ന് ജീവിക്കണമെന്ന് ഹല്ലേലൂയ. ഒത്തിരി കൊതിയുള്ളവരെന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, എനിക്ക് ആ വചനത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലെ സാധ്യതകളിൽ നോക്കിയല്ല, എന്റെ കയ്യിൽ അക്കൗണ്ടിലെ ബാലൻസുകളെ നോക്കിയല്ല, എനിക്ക് വചനത്തിൽ, അക്കൗണ്ടിലെ നോക്കി ആശ്രയിച്ച് ജീവിച്ചാൽ ചിലപ്പോൾ പരാജയം സംഭവിക്കും. ആരോഗ്യത്തിന്റെ ബലത്തിൽ, ആ ധൈര്യത്തിൽ ജീവിച്ചാൽ ഹല്ലേലൂയ, ഒരു കൊതുക് കുത്തിയാ മതി, ഹല്ലേലൂയ, അത് തീരും. പക്ഷെ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയ, വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയ, വചനം നിന്റെ അകത്ത് കയറാൻ തുടങ്ങിയ, ഹല്ലേലൂയ, ഇനി ഒന്നുമില്ലെങ്കിലോ എളിയവനെ പൊടിയിൽ നിന്നോ ദരിദ്രനെ കുപ്പയിൽ നിന്നോ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. കയ്യിൽ ഒന്നുമില്ലെങ്കിലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിനക്ക് നിന്റെ തലമുറയ്ക്ക് സാധ്യതകൾ ഇല്ലെങ്കിലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ വചനത്തിന് ചിലത് നിന്റെ വീടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന്. സാധ്യത ഇല്ലെങ്കിലോ സാഹചര്യം ഇല്ലെങ്കിലോ വചനം ചില ചലനങ്ങൾ, സുനിൽ ചാർ അത് സ്വീകരിച്ചോ, വചനം ചില ചലനങ്ങളെ സൃഷ്ടിക്കോ. വചനം ചില ചലനങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വചനം ചില വചനത്തെ ഭക്ഷിക്കാൻ. വചനത്തിൽ ഇന്ന് കർത്താവ് ആരെയൊക്കെ ഉറപ്പിക്കുക കേട്ടോ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ആരെയൊക്കെ വചനത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയാ. ഇന്നലകളിൽ നീ ജീവിച്ചതുപോലെയല്ല, ഇന്നലെ വരെ നീ ജീവിച്ചതുപോലെയല്ല. ഇനി നിന്റെ ടാലയിൽ നീ വചനത്തിൽ മൂവ് ചെയ്യാൻ തുടങ്ങുകയാ, വചനത്തിൽ ജീവിക്കാൻ തുടങ്ങിയ. ഹല്ലേലൂയ. പരീക്ഷകനെ ഓടിപ്പോകുന്ന, ഉപവസിച്ച ദൈവകൃപ ചോർത്തിക്കളയുവാൻ ഉപവസിച്ചെഴുന്നേറ്റ് വരുമ്പോ പരീക്ഷകൻ അടുത്ത് എന്നിട്ട് പറയുകയാ, നീ മനുഷ്യപുത്രനല്ലേ, എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക.
പ്രലോഭനത്തിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, നീ ഉപവസിച്ച ദൈവകൃപയെ തകർത്തു കളയുവാനുള്ള ചില പ്രലോഭനങ്ങൾ പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 2-3 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. പിശാചി കൊണ്ടുവരുന്ന സാധ്യതകളെ, പിശാചി കൊണ്ടുവരുന്ന ഹല്ലേലൂയ ചില സാഹചര്യങ്ങളെ ഇന്ന് രാത്രി വചനത്തിൽ 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 ചിലരുടെ നാവിനകത്ത് അസാധാരണമായ വചനങ്ങൾ തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. അസാധാരണമായ വചനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറക്കുന്നു. ചുടപക്ഷബല പ്രബലം ജഗടം ദഗരചാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമാരകതന വൈശ്യപ്രബലഘടകസിയ. അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞ് തന്നെ അങ്ങ് ഹല്ലേലൂയ ഇറിറ്റേറ്റ് ചെയ്യുകയാ. ഹല്ലേലൂയ. തന്റെ പുറകെ അങ്ങ് നടക്കുകയാ. ഉടനെ അടുത്ത വാക്യം ഹല്ലേലൂയ ബലത്തോടെ പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലെന്ന്. 10-40 ദിവസം ഹല്ലേലൂയ ഇരുന്നത് ഹല്ലേലൂയ ഏതെങ്കിലും ആഹാരത്തിന്റെ ബലത്തിലല്ല, 40 ദിവസം ഇരുന്നത് ആത്മാവിലാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും ആഹാരം കഴിച്ചല്ല ഇരുന്നത്, ആത്മാവിൽ ഇരുന്നത് കൊണ്ട് ഇനിയും 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 എനിക്കിതിനെ ജയിക്കാൻ കഴിയും. ചിലരുടെ മേൽ അസാധാരണമായ വചനങ്ങളുടെ പോർട്ടലുകൾ ഓപ്പൺ ആകുന്നു. സ്റ്റെഫി ജെയിൻ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. കത്തുതല അഭിഷേകം അഭിഷേകം അഭിഷേകം, തീ പിടിക്കുന്നത് പോലെയുള്ള ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി തുറക്കുന്നത് ഞാൻ കാണുന്നു. കുഞ്ഞോളാന്റി ഇത് സ്വീകരിച്ചോ? വചനം കൊണ്ട് ചില വീടിനകത്തെ കെട്ടുകളെ പൊട്ടിക്കുക. നാവിനകത്ത് ഒരു അധികാരം ദൈവം തുറക്കുകയാ. വചനം പറഞ്ഞു നീ ചില കെട്ടുകൾ, വചനം പറഞ്ഞു നീ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ. നീ പ്രാർത്ഥനാ മുറിക്കകത്ത് വചനങ്ങൾ പറയുമ്പോ, നീ പ്രാർത്ഥനാ മുറിക്കകത്ത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞോളാന്റി ചില ശൂന്യതകൾ നിനക്ക് മുന്നിൽ വഴിമാറുന്ന നിന്റെ നാവിനകത്ത് അസാധാരണമായ വചനങ്ങളെ ആ ദൈവം തുറക്കുകയാ യേശുവിന്റെ നാമത്തിൽ. പ്രബലം യേശുവിന്റെ നാമത്തിൽ. ഈ മീറ്റിംഗ് അസാധാരണമായ നിലയിൽ പരിശുദ്ധാത്മ കൺട്രോൾ ചെയ്യുന്നല്ലോ. വചനങ്ങളെ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ അകത്ത് വചനങ്ങൾ തുറക്കട്ടെ. നീ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോ, നിങ്ങൾ വചനം പറയുമ്പോ നിങ്ങളുടെ തലമുറകളുടെ മേൽ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, നിന്റെ തലമുറയുടെ മേൽ പിശാച് കൊണ്ടുവരുന്ന സാധ്യതകൾ യേശുവിന്റെ നാമത്തിൽ. ശൂന്യതകളെന്ന് ചിലതിനെ കൊണ്ടുവരുവാൻ ഈ വചനത്തിന് കഴിയുമെന്ന്, ഇല്ലാത്മയിൽ നിന്ന് ചിലതിനെ ഉളവാക്കുവാൻ ഈ വചനത്തിന് ദൈവം ചില ശക്തി ഉണ്ടെന്ന്. വചനത്തിന്റെ ശക്തി ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഈ 59 കുടുംബങ്ങളുടെ വചനത്തിന്റെ ശക്തി ഒരു മഴയാ ഈ രാത്രി പെയ്യുന്നു. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ. നിങ്ങളുടെ വീടിനകത്ത് ഇപ്പോൾ അസാധാരണമായ നിലയിലത് വെളിപ്പെട്ട് വരുന്നല്ലോ. അസാധാരണമായ നില അബിൻമോനെ നീ സ്വീകരിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലെന്ന്. ഹല്ലേലൂയ. കയ്യിലുള്ള എന്തെങ്കിലും കൊണ്ടല്ല പിശാചേ ഞാൻ ജീവിക്കുന്നത്. വായ് തുറന്ന് പറ പിശാചേ, ലോകത്തിന്റെ എന്തെങ്കിലും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ലോകത്തിന്റെ സാധ്യതകൾ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. വചനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്തെങ്കിലും കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. വചനം കൊണ്ട്. നിന്റെ ഓഫീസിനകത്ത് ഒരു പ്രശ്നമുണ്ടോ? വചനത്തിൽ അതിനെ വെട്ട്. നിന്റെ വീടിനകത്ത് പ്രശ്നമുണ്ടോ? വചനത്തിൽ അതിനെ ജയിക്കുക. നിന്റെ തലമുറയുടെ വഴി അടഞ്ഞു കിടക്കുവാണോ? വചനത്തിൽ അതിനെ ജയിക്കുക.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കോ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്നെ പ്രലോഭിച്ചു പുറകെ നടക്കുന്ന പിശാചിനോട് ഹല്ലേലൂയ ഇത് ധൈര്യമായി പറയാൻ കഴിയണം. അതിനെന്താ വേണ്ടേ? വചനം ഭക്ഷിക്കണം. ഹല്ലേലൂയ. വചനം ഭക്ഷിക്കണം. ഹല്ലേലൂയ. ഏറ്റവും കുറഞ്ഞ, ഹല്ലേലൂയ, ഞാൻ പറയാം, ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 5 അധ്യായമെങ്കിലും, ഏറ്റവും കുറവാ. എന്തെല്ലാം കാര്യത്തിന് നമ്മൾ സമയം ചെലവാക്കുന്നു. ഹല്ലേലൂയ. വചനം ഒന്ന് ഭക്ഷിക്കണം. ഒരുപക്ഷെ പ്രവചനം പലപ്പോഴും നീ ചിന്തിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലോ, കേട്ട ദൈവശബ്ദങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ നടക്കാതെ പോകുമ്പോൾ പലപ്പോഴും ക്ഷീണിക്കും. പക്ഷെ വചനം നിന്നെ ബലപ്പെടുത്തും, വചനം നിന്നെ ധൈര്യപ്പെടുത്തും. ക്ഷീണിച്ചു പോകുന്ന സാഹചര്യത്തിൽ, തകർന്നു പോകുന്ന സാഹചര്യത്തിൽ, ഉടഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ കുഞ്ഞോളാൻ്റെ എത്രയോ തവണ വചനം നിലനിർത്തി. ഹല്ലേലൂയ. എത്രയോ തവണ വചനം നിലനിർത്തിയോണ്ടല്ലേ ഇന്നും 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 ഈ ഭൂമിക്ക് മേളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ. പലപ്പോഴും പലരും ഒരു ആത്മഹത്യയിലേക്കോ ഒരു തകർച്ചയിലേക്കോ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ വചനം അകത്തില്ലാത്തത് കൊണ്ടാ, ഈ ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ. ദൈവം നമ്മുടെ അകത്ത് ഇത് ഭക്ഷിക്കാൻ ഒരു ഭാഗ്യം തന്നതോർത്ത് കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഈ പുസ്തകം ഇങ്ങനെ എടുത്തത് കൊണ്ട് ദൈവമക്കളെ നമ്മൾ തകർന്നു പോകാതെ നിൽക്കുന്നത്. ഈ പുസ്തകം ഇങ്ങനെ ഭക്ഷിക്കുന്നത് കൊണ്ടാ. ഹല്ലേലൂയ. പരീക്ഷകൻ പുറകെ വന്നപ്പോ പറയുക, വിശക്കുന്നുണ്ട്, സത്യവാ, പക്ഷേ നീ പറയുന്ന ഡിമാൻഡിനകത്ത ഭക്ഷണം എനിക്ക് വേണ്ടെന്ന്. ഹല്ലേലൂയ. നീ പറഞ്ഞത് അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. ഇനിയും ഞാൻ ജീവിക്കൂ. ഹല്ലേലൂയ. എങ്ങനാ? വചനത്തിൽ. ഹല്ലേലൂയ. നീ പറഞ്ഞിട്ട് ഹല്ലേലൂയ ഇത് അപ്പമാക്കി ഭക്ഷിക്കേണ്ട ഹല്ലേലൂയ ഗതികേട് വന്നില്ല. വചനത്തിൽ ഈ വചനം അകത്ത് കയറിയാൽ, ഒറ്റ ഭാഗം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അകത്തത് ഭയങ്കരമായിട്ട് തരുന്നു. പുതിയ നിയമത്തിൽ ഹല്ലേലൂയ, പഴയ നിയമത്തിലേക്കൊന്നും വരാം. ആവർത്തന പുസ്തകം 8:3 ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ അകത്തേക്ക് തരുന്നല്ലോ. ഷാഥാറ പ്രഭാർദേരിയ ചൂടാ ലമ രഗസ്മാനിയാന്തൻ. ആരാ വായിക്കുന്നേ? ആവർത്തന പുസ്തകം 8 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ആവർത്തന പുസ്തകം ഇസ്രായേൽ ജനത്തെ പറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 8-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും ഒക്കെ വായിച്ചിങ്ങോട്ട് വന്നിട്ട് 3-ാമത്തെ വാക്യം പറയും. നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ വായിക്കണം. അവിടെ എഴുതി വെച്ച്, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. കേട്ടോടെ ആ പദം? നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യൂ. അപ്പൊ വചനം ഭക്ഷിക്കാൻ തുടങ്ങിയ, വചനത്തിനകത്ത് നീ ജീവിക്കാൻ തുടങ്ങിയ എന്താ സംഭവിക്കുന്നത്? നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത ഹല്ലേലൂയ മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുമെന്ന്. വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയ, നീ കാണാത്ത നിലയില്, നീ അനുഭവിക്കാത്ത നിലയില്, നിന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തതുപോലെ ഹല്ലേലൂയ മന്ന തന്ന്. മന്ന, ഓ ഹല്ലേലൂയ,
മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. വചനം ഭക്ഷിക്കുന്നവന് വേണ്ടി, വചനത്തിൽ ജീവിക്കുന്നവന് വേണ്ടി ഹല്ലേലൂയ മന്ന കൊണ്ട് ഹല്ലേലൂയ. വചനം നീ ഭക്ഷിക്കുന്നവനാണെങ്കിൽ, വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ. അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ആ പദം പെട്ടത് എൻ്റെ അകത്തേക്ക് ആ പദം കയറി വന്നത്. ഹല്ലേലൂയ, എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. എങ്ങനാ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സകല വചനം കൊണ്ട് ജീവിക്കുന്നവർ. അടുത്ത പദം കൊണ്ട് ഞാനങ്ങ് വായിക്കാമേ. 4-ാമത്തെ വാക്യം എഴുതി വെച്ചിരിക്കുക. വചനം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല. ആരാ? വചനത്തിൽ ജീവിച്ചവന്റെ, ഹല്ലേലൂയ, വചനത്തിൽ നടക്കുന്നവന്റെ, ഹല്ലേലൂയ, വചനം അനുസരിക്കുന്നവര്. ഹല്ലേലൂയ, 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹല്ലേലൂയ, എത്ര പേർക്ക് കൊതിയുണ്ട് വചനത്തിൽ? വചനത്തിൽ നീ ജീവിക്കാമെങ്കിൽ നീയും നിന്റെ തലമുറയ്ക്കും വേണ്ടത്, നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെക്കുമെന്ന്. മന്ന കരുതി വെച്ചതുപോലെ, ദൈവജനത്തിനു വേണ്ടി മന്ന കരുതിയതുപോലെ നിനക്ക് വേണ്ടി ചില കരുതലുകൾ. വചനം ഭക്ഷിക്കുന്നവന് വേണ്ടി, വചനം അനുസരിക്കുന്നവന് വേണ്ടി, വചനത്തിൽ ജീവിക്കുന്നവന് വേണ്ടി, ഈ വചനം പ്രമാണിക്കുന്നവന് വേണ്ടി ഹല്ലേലൂയ നീ പോലും അറിയാത്ത ചില കരുതലുകൾ. യേശുവിന്റെ നാമത്തിൽ നീ പോലും അറിയാത്ത ചില കരുതലുകൾ വെളിപ്പെടുകയാ. വചനം ഹല്ലേലൂയ ഭക്ഷിക്കാമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിന്നെ താഴ്ത്തുകയോ നിന്നെ വിശപ്പിക്കുകയോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. വചനത്തിൽ ജീവിക്കാൻ കഴിയുമോ? വചനം ഭക്ഷിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. വചനം ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, ഇനി അങ്ങോട്ട് ഹല്ലേലൂയ ഞാൻ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുകയാ. ഇനി അങ്ങോട്ട് ഞാൻ വചനത്തിൽ ഹല്ലേലൂയ. നീ അത് പറയുമ്പോൾ തന്നെ വീടിനകത്തു നിന്ന് ചിലതൊക്കെ അഴിഞ്ഞു മാറുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം ചിലത് നിന്റെ വീടിനകത്ത് ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഇത് വായിച്ച് ഇത് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് എങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാവിനകത്തൊരു വചനം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ആ വചനത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയൂ. നീ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ നാവിനകത്തൊരു വചനം തന്നാൽ നീ അത് വായി കൊണ്ട് തുറന്ന് പറയുക. ഹല്ലേലൂയ. നീ ഓഫീസിൽ ഇരിക്കുമ്പോ ഒരു വചനം നിന്റെ അകത്തു തന്നാൽ ഹല്ലേലൂയ അതിനെ ആത്മാവിൽ പറയണോ. ഹല്ലേലൂയ. നിങ്ങളുടെ നാവുകൾക്കകത്തു നിന്ന് വചനം പുറപ്പെടുമ്പോൾ, നിന്റെ നാവിനകത്തു നിന്ന് വചനം പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ അതിനെ ചിലത് തിരിച്ചു പിടിക്കുവാൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് എഴുതി വെച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഡയറക്റ്റ് സംസാരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും പിശാച് പുറകെ നടന്ന് നിങ്ങളെ പരീക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. പുറകെ നടന്ന് നിന്റെ വിശ്വാസത്തെ, നിന്റെ ധൈര്യത്തെ, നിന്റെ ആരാധനയെ വ്രണപ്പെടുത്തുവാൻ, ഹല്ലേലൂയ നിന്റെ ആത്മാവിലുള്ള പ്രാർത്ഥനയെ ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി വചനത്തിൽ ജയിച്ചുകൊണ്ട് ഹല്ലേലൂയ വചനത്തിൽ ഹല്ലേലൂയ ലേഖനത്തിൽ പറയുന്നത് വചനമെന്ന ആത്മാവിന്റെ വാളിനെ കർത്താവ് ഇന്ന് നിങ്ങളുടെ കരത്തിൽ തരികയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഹല്ലേലൂയ
ഹാലേ അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മാവിന്റെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് ആരുടെയൊക്കെയോ കരത്തിൽ അത് വരുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ആരുടെയൊക്കെയോ കരത്തിൽ അത് വീഴുന്ന ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഹല്ലേലൂയ നിന്റെ സർക്കിളിനകത്ത് കയറുന്ന പൈശാചികനെ തകർക്കുവാൻ വചനത്തിന്റെ ആത്മാവിന്റെ വാള് യേശുവിന്റെ നാമത്തിൽ ചിലരുടെയൊക്കെ കരത്തിനകത്ത് അത് വീഴുന്നല്ലോ. ഹല്ലേലൂയ. ചില വാളിനെ ഞാൻ കാണുന്നു. ഇന്ന് രാത്രി എത്ര പേർ അത് സ്വീകരിക്കുന്നു? 2-3 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. വചനത്തിന്റെ വാള് ചിലരുടെ നാവിനകത്ത് അസാധാരണമായ അഭിഷേകം തിളയ്ക്കുന്നല്ലോ. അസാധാരണമായ അഭിഷേകം തിളയ്ക്കുന്നു. ഇന്നലകളിൽ അനുഭവിക്കാത്തൊരു ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. ചിലരുടെ നാവിനകത്ത് വചനങ്ങളുടെ അസാധാരണമായ വെളിപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഇതിനകത്ത് വചനത്തെ ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ കഴിയാതെ, എത്രയും വായിച്ചിട്ടോ ചിലത് മനസ്സിലാക്കുവാൻ കഴിയാതെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന ആ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ദൈവവചനമെന്ന ഈ വചനമകത്ത് കത്താൻ തുടങ്ങിയാൽ നീ വേറെ റേഞ്ച് ആയിരിക്കുമെന്ന്. ഹല്ലേലൂയ. പിശാച് നിന്നെ ഭയപ്പെടുമെന്ന്. ഈ വചനം നിന്റെ അകത്ത് ഹല്ലേലൂയ വെളിപ്പെടാൻ തുടങ്ങിയ നീ പോലും അറിയാത്ത നിലയിൽ ഹല്ലേലൂയ നിന്നെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന്. എഫെസ്യ ലേഖനം 6:17 പറയുകയാ. ഹല്ലേലൂയ. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും ഹല്ലേലൂയ കൈക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആത്മാവിന്റെ ദൈവവചനം, എനിക്കറിയത്തില്ല എന്തോ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങളോട് അങ്ങനെ തന്നെ പ്രവചിക്കുകയാ. ആത്മാവിൽ ശക്തിയോടെ നിൽക്കുക. ഒരു തലമുറയെ വചനത്തിന്റെ ആഴത്തിൽ നിൽക്കുക. ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുന്നല്ലോ. വചനത്തിന്റെ ആഴങ്ങളെ വിവേചിക്കുന്ന ഒരു ജനറേഷന് ഈ കാലഘട്ടത്തിൽ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാ. ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്ന ഓരോരുത്തരുടെ മേലും അത് തുറക്കുന്ന ഞാൻ കാണുന്നു. ചിലരുടെയൊക്കെ കരത്തിനകത്ത് വാള് വീഴുന്ന ഞാൻ കാണുന്നു. ചിലരുടെയൊക്കെ കരത്തിനകത്തേക്ക് വാള് വരുന്ന ഞാൻ കാണുന്നു. ദൈവവചനമെന്ന നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മാറുന്നു. നീ പ്രാർത്ഥിക്കുന്ന രീതികൾ ഇനി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വെറും വാചകങ്ങളല്ല, വചനങ്ങൾ വെളിപ്പെടാൻ തുടങ്ങുകയാ. ഇനി നിന്റെ പ്രാർത്ഥന വചനമായി മാറാൻ തുടങ്ങുകയാ. എന്തെങ്കിലും തരണമേ, എന്തെങ്കിലും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന മാറിയിട്ട് വചനത്തിന്റെ ആഴങ്ങൾ തിരിയുന്നല്ലോ. അഭിഷേകം ചലിക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ പ്രബലം ജഗല പ്രബലം. യേശുവിന്റെ സ്റ്റെഫി ജെയിൻ സ്വീകരിച്ചോ ഒരു വാള് നിന്റെ കരത്തിനകത്ത്, കുഞ്ഞോളാന്റി സ്വീകരിച്ച ഒരു വാള്, മോനിയാന്റി സ്വീകരിച്ച യേശുവിന്റെ നാമത്തിൽ ഒരു വാള് വചനത്തിന്റെ അതിന്റെ പ്രാർത്ഥനയുടെ രീതികൾ മാറുന്നു. പ്രാർത്ഥിച്ചോ. യാത്ര ചെയ്യുമ്പോൾ ഇനി വചനം പറഞ്ഞ് യാത്ര ചെയ്യാൻ തുടങ്ങുകയാ. ഡ്രൈവ് ചെയ്യുമ്പോൾ വചനം പറഞ്ഞ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയാ. സ്ഥിതികൾ മാറുന്നു. അഭിഷേകം അടുത്ത ലെവലിലേക്ക് ശുശ്രൂഷകൾ മാറുന്ന
ഓ ചൂടഭാരധാര പ്രബല. എനിക്കറിയത്തില്ല, ഇതിനകത്തു നിന്ന് ആഴത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വചന വെളിപ്പാടുകളോടെ ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാ. ആഴത്തിലുള്ള വചന വെളിപ്പാടുകളോടെ ദൈവം ചിലരെ ഈ രാത്രി അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സോണിയാന്റി പ്രാപിച്ചോ, ഒരു ആഴത്തിലെ വചന വെളിപ്പാടുകളുടെ പോർട്ടലുകൾ കർത്താവ് തുറക്കുന്നു. അകത്തു കയറിയ വചനങ്ങളെ, പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, അകത്തു കയറി വരുന്ന വചനങ്ങളെ വിവേചിക്കുവാൻ കഴിയാതെ, അകത്തു കയറുന്ന വചനങ്ങളെ അത് വിവേചിച്ച് പൂർണ്ണമാകുവാൻ കഴിയാതെ ഒരടപ്പിട്ട് മൂടിയതുപോലെ നിന്റെ വചന വെളിപ്പാടുകളെ മൂടിയത് ഇന്ന് രാത്രി സ്വർഗം തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം ജീവിക്കുന്ന, വചനം ഭക്ഷിക്കുന്ന ഒരു കൂട്ടം ഇന്ന് ഇതിനകത്തു എഴുന്നേൽക്കുന്നു. വചനത്തെ ഭക്ഷിക്കുന്ന വചനത്തെ ഭക്ഷിക്കുവാൻ, വചനത്തെ ഭക്ഷിക്കുവാൻ. വചനം 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 കൊതി തീരാത്തതുപോലെ, വചനം വായിച്ച് കൊതി തീരാത്തതുപോലെ ഈ വചനം ചിലത് വിളിച്ചു കൊണ്ടുവരുമെന്ന്, ഈ വചനത്തിന് അസ്ഥികളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന്, ഈ വചനത്തിന് സാരാഫാത്തിലെ ദാരിദ്ര്യത്തെ പൊട്ടിക്കാൻ കഴിയുമെന്ന്, ഈ വചനത്തിന് ഉടന്തനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന്. നിങ്ങൾ പറയുന്ന വചനം നിങ്ങളുടെ വീടിനകത്ത് സംഭവിക്കാൻ തുടങ്ങുകയാ. നിങ്ങൾ പറയുന്ന വചനങ്ങൾ, നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ചിലത് ചലിപ്പിക്കാൻ. ഞാൻ കാണുന്നു ചിലർ എഴുതി വച്ചിരിക്കുന്ന ചില വചനങ്ങൾ, ഡെയിലി എഴുതി വെക്കുന്ന ചില വചനങ്ങളെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അത് ചലിക്കുകയാ, അത് ജീവിക്കുകയാ. ഈ നവംബർ മാസത്തിൽ വചനം നിന്റെ വീടിനകത്ത്, വചനം നിന്റെ ജീവിതത്തിനകത്ത്, വചനം നിന്റെ ആത്മീക മേഖലക്കകത്ത് ചലിപ്പിക്കുന്ന വചനത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഡെയിലി രാവിലെ വചനത്തിനകത്തേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആരെയോ പരിശുദ്ധാത്മാ തൊടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നിങ്ങളോട് പ്രവചിക്കുക, നീ കരം വെക്കുന്ന വചനം നിന്റെ വീടിനകത്ത് ഒരു ഉറവയായി തുറക്കുന്നു. വചനം നീ പ്രമാണിച്ചാൽ, വചനം നീ അനുസരിച്ചാൽ, ഈ വചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് നടന്ന നീയും നിന്റെ തലമുറയോ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വചനത്തെ പ്രമാണിക്കുന്ന, വചനത്തെ നിന്റെ കഴുത്തിൽ കെട്ടിയിടുന്ന, വചനത്തെ നിന്റെ മാംസ പലകകൾ എഴുതി വെക്കുന്ന ഒരു കൂട്ടം ഇന്ന് ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളെ തന്നിരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഈ വചനത്തിനനുസരിച്ച് ഇതിനകത്തുള്ള കാര്യങ്ങൾ പ്രമാണിച്ച, ഈ വചനത്തിനകത്തുള്ളത് നീ അനുസരിച്ചാൽ, വചനം ഭക്ഷിക്കുകയല്ല, വചനം ഭക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് വചനത്തിനനുസരിച്ച് നീ ജീവിച്ചാൽ, വചനത്തിനനുസരിച്ച് നീ പ്രമാണത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ റെഡിയാണെങ്കിൽ, പിശാചിന് അസൂയ തോന്നുന്നത് പോലെ, പിശാചിന് അസൂയ തോന്നുന്നത് പോലെ ആരൊക്കെയോ തമ്പുരാൻ ഭയങ്കര അത്ഭുതമാക്കുന്നു, ആരൊക്കെയോ തമ്പുരാൻ അതിശയമാക്കുന്നു. നീ തകർന്നെന്ന് പറഞ്ഞെടുത്ത്, നീ നിന്റെ തലമുറ മുടിഞ്ഞെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ തലമുറയുടെ ഭാവി ചോദ്യചിഹ്നമെന്ന് പറഞ്ഞെടുത്ത്, ഈ വചനം ചിലത് തിരിച്ചു കൊണ്ടുവരുന്ന
ഹോ റബലബ ശംദര പ്രഭാതേരി ആദര ജുഡവലവ അതരം ജബല പ്രബലം ജഗര നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ ഹല്ലേലൂയ എന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് പറയണം, കർത്താവേ തലമുറ തലമുറയായി അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകുന്നു. എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ തലമുറയ്ക്കോ തലമുറകളുടെ തലമുറയ്ക്കോ പുരാതന ഹല്ലേലൂയ എനിക്ക് സങ്കേതമാണെന്ന്. പറ്റുമെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ വചനത്തിൽ എനിക്കൊന്ന് ജീവിക്കുവാൻ, നിന്റെ പുറകെ വരുന്ന പൈശാചിക പദ്ധതികളെ വചനത്തിൽ ജയിക്കുവാൻ എനിക്ക് കഴിയണമേ എന്നൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ചിലരുടെ മേലൊക്കെ അസാധാരണമായ ആത്മാവിന്റെ ഒരു പകർച്ച സംഭവിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ചിലരെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാ. ചിലരെ അഭിഷേകത്തോടെ വീണാഴഞ്ചു മാത്യു അടിവെച്ചിരിക്കുന്ന ആന്റി പരിശുദ്ധന്മാർ ശക്തമായി പ്രവചിക്കുന്നു. അഭിഷേകത്തോടെ ദൈവം ചില മേഖലകളിൽ നിർത്താൻ തുടങ്ങുന്നെന്ന്. നിന്റെ അകത്ത് കിടക്കുന്ന വചനം ഹല്ലേലൂയ അതൊരു ഭയങ്കരമായ ഹല്ലേലൂയ ശക്തിയോടെ പുറത്തു വരുന്ന ഒരു സീസൺ ഉണ്ടെന്ന് ആത്മാവ് പ്രവചിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഇന്ന് രാത്രി ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ. ഇവരുടെ അകത്ത് കയറിയ വചനങ്ങൾ, ഇവരുടെ അകത്ത് കിടക്കുന്ന വചനങ്ങൾ, ഇവർ വായി കൊണ്ട് പറയുന്ന വചനങ്ങൾ ഇവരുടെ തലമുറകളുടെ മേൽ ഒരു ദൈവശക്തിയായി വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ വീടിനകത്തൊരു ദൈവശക്തിയായി വെളിപ്പെട്ട് വരട്ടെ. ഇവരുടെ വ്യക്തിപരമായ ലൈഫിലൊരു ദൈവശക്തിയായി തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി സംസാരിക്കുന്നു. ചിലരെ കർത്താവ് ആഴത്തിലുള്ള വചന വെളിപ്പാടോടെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുകയാണെന്ന് പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. ആഴത്തിലുള്ള ചില വചന വെളിപ്പാടുകളെ തന്ന്
കർത്താവ് ചിലരെ ചില മേഖലകളിൽ ശുശ്രൂഷകൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധയാത്മാവ് പ്രവചിക്കുന്നു. ആർക്കും വെളിപ്പെടാത്ത ചില വെളിപ്പാടുകൾ. ഷിനുവാന്റെ ആ പദം സ്വീകരിക്കുക. ആർക്കും വെളിപ്പെടാത്ത ചില ആർക്കും വെളിപ്പെടാത്ത ചില ആഴങ്ങളിലെ വചനങ്ങളുടെ വെളിപ്പാടുകളെ കർത്താവ് തുറക്കുന്നല്ലോ. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ മേൽ ആ വാള് അത് വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. തൊടുന്നു ദൈവശക്തി, ശക്തിയോട് യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയായി വെളിപ്പെടുന്നല്ലോ. ഇന്നലെ വരെ നിന്നതല്ല. അടുത്ത റേഞ്ചിലേക്ക്, അടുത്ത തലത്തിലേക്ക് ദൈവം കയറ്റുന്ന ആഴത്തിലെ വചനങ്ങൾ ദൈവം തുറക്കുന്നു. വചനവുമായി ചിലയിടത്തേക്ക് ദൈവം നിങ്ങളെ അയക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. വചനവുമായി ദൈവം ചില ഇടത്തേക്ക് നിന്നെ അയക്കുവാൻ ആരുടെയൊക്കെയോ കാലുകളിലേക്ക് ആ ഷൂവിനെ കർത്താവ് ഇന്ന് രാത്രി ആണിയിക്കുന്നു. തൊടുന്നു ചില കാലുകളിൽ ആ ഷൂ അണിയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചിലരൊക്കെ വചനവുമായി ചില ഇടങ്ങളിലേക്ക്. ആരെങ്കിലുമൊക്കെ അത് ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് അങ്ങനെ സ്വീകരിച്ചു. നിങ്ങളുടെ കാലുകളിൽ അത് കർത്താവ് ആണിയിക്കുകയാ. ഈ മിനിറ്റിന് യേശുവിന്റെ നാമത്തിൽ അത് ആണിയിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇനി നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ ചുമ്മാ സംസാരിക്കുകയല്ല. ഇനി നിങ്ങളുടെ വർക്കിംഗ് പ്ലേസിൽ നിങ്ങൾ ചുമ്മാതെ സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പൊട്ടച്ചൊല്ല് കളിവാക്കും പറഞ്ഞിരിക്കത്തില്ല. നിങ്ങൾ തമാശ പറഞ്ഞ് സമയം കളയല്ല. വചനം നീ ചിലർക്ക് വേണ്ടി, നിന്റെ അകത്ത് കത്തുന്ന വചനം നീ മറ്റു ചിലർക്ക് വേണ്ടി പറയുന്ന തൊടുന്നു. ആരൊക്കെയോ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുള്ള ചിലതൊക്കെ ഇന്ന് പുറത്തു വരികയാ. യേശുവിന്റെ നാമത്തിൽ ഈ 2025 ഉപയോഗിക്കപ്പെടേണ്ട ചിലത് തൊടുന്നു. സോനേന്റെ പ്രാപിച്ചോ? തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. സുനിൽചാർന്ന് പ്രാപിച്ചോ? അസാധാരണമായ ദൈവത്തിന്റെ ശക്തി വീഴുന്നല്ലോ. ഹല്ലേലൂയ. വചനവുമായി ഹല്ലേലൂയ. നീ ഇനി പറക്കുന്ന സീസൺ. യേശുവിന്റെ നാമത്തിൽ ചിലർക്കൊക്കെ ചിറകുകൾ മുളയ്ക്കുന്നത് പോലെ ചിലർക്കൊക്കെ ചിറകുകൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവത്തിന്റെ ശക്തി മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കഴിയാത്തതുപോലെ ചിലരുടെയൊക്കെ നാവുകൾക്കകത്ത് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുന്നല്ലോ. കോടിലുകൊണ്ട് തൊടുന്നത് പോലെ ഇന്ന് രാത്രി ചില വാചനങ്ങളെ തുറക്കുന്നു. ഇത് നിന്റെ സീസണാ, ഇത് നിന്റെ സമയമാ, നീ ഉപയോഗിക്കേണ്ട സമയമാ, നീ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാ. അലസ്യ പ്രാപിച്ചോ? എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാ. ഇത് നിന്റെ സീസണാ. അടങ്ങിയിരിക്കുന്ന സീസൺ കഴിഞ്ഞു. ഈ വചനവുമായി നിൽക്കുന്ന സീസൺ തുറക്കുന്നു. ആർക്കൊക്കെയോ വേണ്ടി ചില വേദികൾ ഒരുങ്ങുന്നല്ലോ. ആർക്കൊക്കെയോ വേണ്ടി നിന്റെ വാചനത്തെ കൊതിക്കുന്ന അടുത്തൊരു പ്രവചന ശബ്ദം ഞാൻ പറയുക. നിന്റെ വായിലെ വാചനത്തെ കൊതിക്കുന്ന ഒരു സീസൺ തുറക്കുന്നു. നീ പറയുന്ന വാക്കുകൾ ജനങ്ങൾ കേട്ടിരിക്കുന്ന സീസൺ. നീ പറയുന്ന വചനങ്ങൾ കേട്ടിരിക്കുന്ന സീസൺ. നീ പറയുന്ന വചനങ്ങൾ കേട്ടിരിക്കുന്ന ഒരു സീസൺ തുറക്കുന്നു.
ഓ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. പിശാചേ ഞാൻ അപ്പം കൊണ്ടല്ല, പിശാചേ ഞാൻ സാഹചര്യം കൊണ്ടല്ല, പിശാചേ ഞാൻ സാമ്പത്തികം കൊണ്ടല്ല, പിശാചേ ഞാൻ ജോലി കൊണ്ടല്ല, ദൈവത്തിന്റെ വചനം കൊണ്ട്, വചനം കൊണ്ട്, വചനം കൊണ്ട് ഞാൻ ജീവിക്കാൻ. ഓ ഞാൻ നിർത്താൻ ആഗ്രഹിച്ചിട്ടും അതിന് വഹിയാത്തതുപോലെ ദൈവശക്തി വരുന്നല്ലോ. ഹല്ലേലൂയ. ചിലരുടെ വേദികൾ തുറക്കുന്നു, ചിലർക്ക് വേണ്ടി ചില വേദികൾ തുറക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ചില വേദികൾ തുറക്കുന്നു. നീ ആയിരിക്കുന്ന ദേശത്തിനകത്ത് നിന്റെ വചനം ആവശ്യമുള്ള സീസൺ തുറക്കുന്നു. നീ ആയിരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്റെ വചനത്തെ കൊതിക്കുന്ന, നീ പറയുന്ന വാക്കുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ചിലരുടെയൊക്കെ മേൽ തീ വീഴുന്നത് പോലെ ദൈവശക്തി വീഴുന്നത് ഞാൻ കാണുന്നു. ചിലരുടെയൊക്കെ കരത്തിനകത്ത് ഹല്ലേലൂയ തീ പിടിക്കുന്നത് പോലെ, ചിലരുടെയൊക്കെ ശരീരത്തിനകത്ത് തീ പിടിക്കുന്നത് പോലെ, ചിലരുടെയൊക്കെ നാവുകൾക്കകത്ത് അസാധാരണമായ അഭിഷേകം ഒഴുകി വരുന്നു. ചൂടബന്ധുര പ്രമാർദല പ്രബരഘടകസിയ ഹന്തരം ദുരംബരാധന. യേശു ധൈര്യത്തോടെ പറയുക, പിശാചേ മനുഷ്യൻ അപ്പം കൊണ്ടല്ല, പിശാചേ 40 ദിവസം ഇരുന്നത് ഒരാഹാരവും കഴിച്ചിട്ടല്ല, ആത്മാവിന്റെ ബലത്തിലാ ഇരുന്നത്. അതുകൊണ്ട് അപ്പം കൊണ്ടല്ല, വാചനം കൊണ്ട് ഞാൻ ജീവിക്കൂ. ഇന്ന് നിങ്ങൾ പറ, ഞാൻ വാചനം കൊണ്ട്, ഈ നവംബർ മാസത്തിൽ ഞാൻ വാചനം കൊണ്ട്. ഓ നീയും നിന്റെ തലമുറയും വചനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയാ. നീയും നിന്റെ തലമുറയും വചനം കൊണ്ട്, നിന്റെ തലമുറയും വചനം കൊണ്ട് ജയിക്കാൻ തുടങ്ങുകയാ. നീയും നിന്റെ കുടുംബവും വചനം കൊണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം കൊണ്ട്. വചനം കൊണ്ട് ജീവിക്കുന്നവന് വേണ്ടി ചെങ്കടൽ രണ്ടാകും. ഹല്ലേലൂയ. വചനം കൊണ്ട് ജീവിക്കുന്നവന്റെ മുന്നിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഫറവോനും സൈന്യവും ഇല്ലാതെയാകുമെന്ന് വചനത്തിൽ ജീവിക്കുന്നവന് കൊതിയുണ്ടോ വചനത്തിലൊന്ന് ജീവിക്കാൻ, വചനത്തിലൊന്ന് ആശ്രയിക്കാൻ. ഹുറബലബഷാർദാരിയ ചുടമലബരബഷാർദാല. 1-2 മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, വചനം കൊണ്ട് ഞങ്ങളുടെ സാധ്യതകളോ ഞങ്ങളുടെ സാഹചര്യങ്ങളോ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടല്ല, ഞാനും എൻ്റെ തലമുറകളും വചനം കൊണ്ട് ജീവിക്കുവാൻ. ഏതിടത്ത് പോയാലും ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങളുടെ തലമുറകൾ വചനത്തിൽ ധൈര്യപ്പെടണം. കാരണം എന്താണെന്നറിയാമോ? പിശാച് പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന മാതാക്കളോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് കൈമാറാം. നിങ്ങളുടെ തലമുറകളുടെ അകത്ത് വചനം കത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം പിശാച് പ്രലോഭിപ്പിക്കുവാൻ സാധ്യതയുണ്ട്, പിശാച് പുറകെ വരുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ വചനം കൊണ്ട് അതിനെ ജയിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് കഴിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വേറെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയ വചനത്തെ കൊടുത്തു വിടുക. നിന്റെ തലമുറയ്ക്ക് നിങ്ങൾ വചനത്തെ കൊടുത്തു വിടുക. ഹല്ലേലൂയ. ദൈവം അവരെ അനുഗ്രഹിക്കൂ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. കർത്താവേ, നവംബർ മാസം 2-ാം തീയതി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇവർ വചനത്തിൽ ജീവിക്കട്ടെ. ഇവരുടെ അകത്ത് കത്തുന്ന വചനം ഒരു വലിയ ചലനമായി വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് ഇതിനകത്ത് ചിലരെ ആഴത്തിലുള്ള വചന വെളിപ്പാടുകളോടെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. ഇന്ന് രാത്രി ഇവരുടെ അകത്ത് ചില വചനങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. അങ്ങനെ തന്നെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ അകത്ത് ചില വചനങ്ങളെ കർത്താവ് തുറക്കും.
അത് നിങ്ങൾ എഴുതി വെക്കുക, പ്രാർത്ഥിക്കുക. അതൊരു വലിയ 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 ശുശ്രൂഷയായി കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവാലോചന കൈമാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്യുക. ആരാധനയ്ക്ക് നേതൃത്വം വഹിച്ച കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. വചനം വായിച്ച പ്രിയപ്പെട്ടവരുണ്ട്, പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുണ്ട്, ജോയിൻ ചെയ്ത സകലരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ടപ്പാ, വചനത്തിൽ മാത്രം ജീവിച്ചാൽ മതി. കർത്താവെ, വചനം ഞങ്ങൾക്ക് ഭക്ഷിച്ചാൽ മതി. അങ്ങ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ഹല്ലേലൂയ, അങ്ങനെ ഒരു തലത്തെ ഞങ്ങൾക്ക് തുറന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ മാസം വചനത്തിൽ ഹല്ലേലൂയ ചിലതിനെ പിടിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാരംഭം മുതൽ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളോടുമുള്ള പ്രത്യേക സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനാ വിഷയം ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ നിയോഗപ്രകാരം ദൈവം അനുവദിച്ചാൽ വരുന്ന 6-ാം തീയതി അബുദാബിയിലേക്ക് ഞാൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നു. നിങ്ങൾ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വലിയൊരു ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ കർത്താവ് അവിടെ ചെയ്യണം. കർത്താവിനാൽ അയക്കപ്പെട്ടതുപോലെ, ദൈവത്താൽ അയക്കപ്പെട്ടതുപോലെ ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സണൽ പ്രയറുകളിൽ നിങ്ങൾ ഓർക്കുക. വരുന്ന ആഴ്ചയിലും നമുക്ക് സൂമിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ആരും ജോയിൻ ചെയ്യാതിരിക്കരുത്. സാഹചര്യത്തിനനുസരിച്ച് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്നാലും നമ്മുടെ മീറ്റിങ്ങൾ കറക്റ്റായിട്ട് നടക്കും. ഓർത്ത് ആ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. യാത്രകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയൊരു ദൈവമഹത്വം ഉണ്ടാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ, സപ്പോർട്ടിനെ ഞാൻ ഒത്തിരി ചോദിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. എന്തെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തെ തരികയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ അതിപ്പോൾ ഷെയർ ചെയ്യാം. പ്രൈസ്